ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ മസാഇലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ആദ്യം വന്നത്? സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇശാ വരെയാണ് സമയം. ഏതിൻ്റെയാണ്? മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമാണ്. നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ സമയങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്ററിൽ അല്ലേ. അപ്പോൾ അതിലൊക്കെ മാറി വരാം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയം അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാഠം നന്നായിട്ട് മനസ്സിലാക്കുക. ഇതുപോലെ വന്നാൽ നമുക്ക് ടിക്ക് ചെയ്യണം. അടുത്തത് എന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ നമ്മൾ 14 പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങൾ ഓർഡറിൽ അല്ലേ. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം, ഫാത്തിഹ. അപ്പോൾ നമുക്കിവിടെ സലാം ചൊല്ലലാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ 13ാമത്തെ ഫർളായിട്ട് നമ്മൾ സലാം ചൊല്ല്, 14 തർത്തീബ് എന്നിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വരാം. 1ാമത്തെ അത്തഹിയാത്ത്, അത് അബ്വാദ് സുന്നത്താണ്. എന്നാൽ അവസാനത്തെ അത്തഹിയാത്ത് നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതുപോലെ നമുക്ക് മാറി വരാം. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ നിന്ന് ക്രമപ്രകാരം 4 എഴുതുക. ഏ രീതിയിലൊക്കെ ചോദ്യം വരാം. അടുത്ത എന്താണ്? റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. അടുത്തതാ, ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. എല്ലാ സമയത്തും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. നോമ്പ് മുറിയാത്ത കാര്യമാണ് എന്ത്? കുളിക്കുക. അപ്പോൾ നോമ്പ് മുറിയാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് എക്സാമിന് വരാം. ഇനി ഇതിൽ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഓപ്ഷൻ വരാം. അപ്പോൾ ഇവിടെ മുറിയാത്ത കാര്യങ്ങളിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാം. അപ്പോൾ വ്യത്യാസങ്ങൾ, ചോദ്യത്തിലെ മാറ്റം ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം നോക്കാനും അടയാളപ്പെടുത്താനും. അടുത്തത് എന്താണ്? വലത് കാൽ വെച്ച് എവിടുന്നാണ് വലത് കാൽ വെച്ച് പുറത്തിറങ്ങേണ്ടത്? ടോയ്ലറ്റിൽ നിന്ന് വലത് കാൽ വെച്ചിട്ട് പുറത്തിറങ്ങണം. മസ്ജിദിൽ നിന്നൊക്കെ ഇടതുകാലാണ്, വീട്ടിൽ നിന്ന് ഇടതുകാൽ വെച്ചാണ് പുറത്തിറങ്ങേണ്ടത്. അടുത്തത് എന്താണ്? അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ അവരുടെ മരണം മോശമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണം മോശമാകും. ഇങ്ങനെ നിസ്കരിക്കുന്നവൻ നെഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിടണം. ആരാണ്? ഇരുന്ന് നിസ്കരിക്കുന്നവർ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ കിബിലക്ക് മുന്നിടണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുന്നവരും നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് നെഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്. ആരാണ് നെഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്? ആ രീതിയിലൊക്കെ ചോദ്യം വരാം. ചോദ്യം തിരിഞ്ഞൊക്കെ വരും. അപ്പോൾ ഇരുന്ന് കൊണ്ടും നിന്നുകൊണ്ടും നിസ്കരിക്കുന്നവർ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നൊക്കെയാണ് വരിക, മനസ്സിലാക്കണം. ഇനി അടുത്ത എന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളുകളുടെ എണ്ണം. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 14. അടുത്തത് സ്വർഗം എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഉള്ള ബുക്കായതുകൊണ്ട് അത് ഇംഗ്ലീഷ് മീനിങ് വരുന്നുണ്ട്. അപ്പോൾ സ്വർഗം എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ്? ഹെവൻ എന്നതാണ് സ്വർഗം എന്നതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്തൊക്കെയാണ് വന്നത്? അക്സറുൽ അദാബിൽ കബരി എന്താണ്? നമ്മളെല്ലാ പാഠത്തിൻ്റെ അടിയിൽ ഒരു അറബി ബോക്സും അതിൻ്റെ അർത്ഥവും പഠിക്കൂല. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വന്നത്. അക്സറുൽ അദാബിൽ കബരി മിനൽ ബൗലി എന്നാണ്. കബർ ശിക്ഷയിൽ അധികവും മൂത്ര ശുചീകരണം ശരിയാവാത്തത് കാരണമാണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അല്ലാഹുമ്മ തഹിർ കൽബി മിനൻ നിഫാക്കി. അപ്പം അതിൻ്റെ ഡി. അടുത്തതാ, അസ്സലാത്തു ഹൈറും മിനന്നൗം. സുബ്ഹി അദാനിലെ പ്രത്യേക വാചകം അല്ലേ. അടുത്തതാ, ഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. ടോയ്ലറ്റ് മര്യാദകളിൽ നമ്മൾ ദിക്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കണം. ഇതുപോലെ മാറി വരാം. വേറെ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സൊക്കെ ഇതുപോലെ മാറി വരാം. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആല പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഡാഷ് വസ്ത്രം ധരിക്കുക. എന്താണ്? നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. സുബ്ഹ് ഫജ്ർ സ്വാദിഖ് മുതൽ എന്താണ്? സുബഹിൻ്റെ സമയം
സൂര്യോദയം, സൂര്യോദയം വരെ. അപ്പം അത് പൂർത്തിയായി കൊടുക്കണം. ഇതുപോലെ ഉച്ച തിരിഞ്ഞത് മുതൽ അസ്ർ വരെ, സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇഷാ വരെ, അസ്തമന ശോഭ മാഞ്ഞത് മുതൽ സുബ്ഹ് വരെ ഒക്കെ മനസ്സിലാക്കണം. ഇനി അസ്സലാത്തു ഹൈറും മിനന്നൗം എന്ന് കേട്ടാൽ എന്താണ് പറയേണ്ടത്? ഇജാബത്ത് നൽകേണ്ടത് സ്വതക്കത്ത വബരിർത്ത, സ്വതക്കത്ത വബരിർത്ത എന്ന് പറയണം. അസൗമു ജുന്ന, എന്താണ്? സൗമ് നോമ്പ്, നോമ്പ് രക്ഷാകവചമാണ്. അസൗമു ജുന്ന, നോമ്പ് രക്ഷാകവചമാണ്. വർസുഖ്ന ഡാഷ് യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, വർസുഖ്ന ശഫാഅത്തഹു യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ശേഷമുള്ള ദുആ അല്ലേ? അപ്പം അത് പഠിക്കണം. അതുപോലെ വിട്ട ഭാഗം ഇടയെന്നൊക്കെ വരാം കേട്ടോ. അപ്പോൾ അത് അദാനിൻ്റെ ശേഷം ദുആ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതും ചോദ്യം വരാം. എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആർക്കാണ്? അദാനിന് ശേഷമുള്ള ദുആ ചെയ്താൽ. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേക കവാടം, നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേക കവാടമാണ് റയ്യാൻ, റയ്യാൻ എന്ന കവാടം. അടുത്ത എന്താണ്? ഉച്ച തിരിഞ്ഞത് മുതൽ സമയം ആരംഭിക്കുന്ന നിസ്കാരം. ഉച്ച തിരിഞ്ഞത് മുതൽ അസ്ർ വരെ എന്ന് പറഞ്ഞ നിസ്കാരം ഏതാണ്? ളുഹർ, ളുഹറാണ് ഉച്ച തിരിഞ്ഞത് മുതൽ സമയം ആരംഭിക്കുന്ന നിസ്കാരം. നിസ്കാരത്തിന് അദാൻ സുന്നത്തില്ല. ആർക്കാണ് അദാൻ സുന്നത്തില്ലാത്തത്? സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് അദാനും ഇക്കാമത്തും സുന്നത്താണ്, എന്നാൽ സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പോൾ പുരുഷന്മാർക്ക് എന്ന് എഴുതാം. ഇനി ഇത് കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കും. ഏത് കാണുമ്പോഴാണ്? കഅബ, കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കും. അപ്പോൾ കഅബ എന്ന് എഴുതാം. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് നിസ്കാരത്തിലെ തുമൈനീനത്ത്? എന്താണ്? അധിക എക്സാമിനും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കണം. എന്താണ് തുമൈനീനത്ത്? എന്താണ്? ഓരോ റുക്കിനിലേക്കുള്ള വരവ് പോക്ക് വേർതിരിക്കുന്ന വിധത്തിൽ നിശ്ചലമാകുന്നതിനാണ് തുമൈനീനത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ 12ാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ പഠിച്ച പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ റുക്കിനിലേക്കുള്ള വരവ് പോക്ക് വേർതിരിക്കുന്ന വിധത്തിൽ നിശ്ചലമാകുന്നതിനാണ് തുമൈനീനത്ത് എന്ന് പറയുന്നത്. റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് എഴുതുക. റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് നവൈതു സൗമാജിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അപ്പം അത് അർത്ഥസഹിതം പഠിക്കണം. നോമ്പിൻ്റെ നിയ്യത്ത് അർത്ഥസഹിതം എഴുതുക എന്ന് പറയും. അപ്പം നമ്മൾ ആ തജ്വീദിൻ്റെ അവസാനത്തിൽ നമ്മൾ ഹിഫ്ലിൻ്റെ ഭാഗം പഠിക്കുന്നുണ്ട്. അവിടെ അദ്കാർ എന്ന ഭാഗത്തുണ്ട് നോമ്പിൻ്റെ നിയ്യത്തും അർത്ഥവും. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് നോറ്റ് വീട്ടാൻ ഞാൻ കരുതുന്നു എന്ന് അർത്ഥസഹിതം പഠിക്കുക. ഇനി അന്ത്യനാളിൽ മുഅദ്ദിനുകളുടെ സ്ഥാനം എന്താണ്? മുഅദ്ദിൻ, അദാൻ വിളിച്ചവർക്കാണ് മുഅദ്ദിൻ എന്ന് പറയുന്നത്. എന്താണ് മുഅദ്ദിനുകളുടെ സ്ഥാനം? 10ാമത്തെ പാഠത്തിൻ്റെ അവസാന പാഠത്തിൻ്റെ ബോക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ എടുത്തിട്ട് എല്ലാവരും പഠിക്കട്ടാ. എന്താണ്? അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അദാൻ വിളിക്കുന്നവരാണ്. ഉന്നത ശീർഷരായിരിക്കും ആര്? അങ്ങനെയും ചോദ്യം വരാം. ആരാണ്? മുഅദ്ദിനുകൾ, അദാൻ വിളിക്കുന്നവർ. ഇനി കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏത്? കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സമയമായ ഉടനെ നിസ്കരിക്കലാണ്. കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സമയമായ ഉടനെ നിസ്കരിക്കലാണ്. ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് നമുക്ക് വിസർജന മര്യാദകളാണ്. വിസർജന മര്യാദകൾ നമ്മുടെ 7ാമത്തെ പാഠം. അപ്പം അത് മുതലാണ് ഈ ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 7ാമത്തെ പാഠഭാഗം മുതൽ. വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം, അദബുകൾ പാലിക്കണം, അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേര്, ഖുർആൻ പോലുള്ള എഴുതപ്പെട്ടവ വിസർജന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, കയറുമ്പോൾ ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, ദിക്റ് ചൊല്ലുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്റ് ചൊല്ലുക, ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാതിരിക്കുക, വെള്ളം ഉപയോഗിച്ച് ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യുക, വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക, ശേഷം ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദിക്റ് ചൊല്ലുക. ശൗചം ചെയ്തതിനു ശേഷം
അല്ലാഹുമ്മ തഹിർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് തുടങ്ങുന്ന ദിക്റും ചൊല്ലുക എന്നൊക്കെ ചേർത്തിട്ട് നമുക്കിവിടെ 5 വരി കുറയാതെ എഴുതാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് വരാവുന്ന ചോദ്യമാണ് ഔറത്ത് മറക്കൽ എന്ന പാഠത്തിൽ നിന്ന് നമുക്കിതുപോലെ എഴുതാൻ കഴിയണം. പിന്നെ ഓരോ നിസ്കാരത്തിൻ്റെ പ്രത്യേക സമയങ്ങൾ, ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് 5 നിസ്കാരത്തിൻ്റെ പേരും എഴുതുക, അതിൻ്റെ സമയങ്ങളും എഴുതാൻ വരും. പിന്നെന്താണ് അദാനിനെ കുറിച്ചിട്ട്, അദാൻ വിളിക്കുന്നവർ ഓരോ വാചകം പറഞ്ഞു തീർന്നതിന് ശേഷം അതുപോലെ ചെല്ലലാണ് ഇജാബത്ത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഓരോ ലഫ്ലുകൾ പറയുമ്പോൾ എന്ത് പറയണം, ഹയ്യാലുകൾ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് എഴുതാം. പിന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദി ദേവതി താമത്തി അദാനിന് ശേഷമുള്ള ദുആ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് എഴുതണം. ഹിഫ്ല് എക്സാമിനൊക്കെ അത് പറഞ്ഞു കൊടുക്കാനും വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ കിബിലയെക്കുറിച്ച് അൽ കഅബത്ത് കിബിലത്തുന എന്ന നമ്മളെ 11ാമത്തെ പാഠത്തെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കട്ടാ. പിന്നെ നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഓർഡറിൽ 14 എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. പിന്നെ നോമ്പിനെ കുറിച്ച് എഴുതാൻ വന്നാൽ നമ്മളെ 13ാമത്തെ പാഠത്തു നിന്ന് മനസ്സിലാക്കി നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. അപ്പോൾ നോമ്പുകാർക്ക് ഉള്ള പ്രത്യേക കവാടമാണ് റയ്യാൻ. നമ്മൾ ആ പാഠത്തിൻ്റെ അവസാനത്തിലൊരു ബോക്സ് ഉണ്ട്, പാഠത്തിൻ്റെ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള. അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നോമ്പിനെ കുറിച്ച് കൂടുതൽ നമുക്ക് എഴുതാൻ കഴിയും. നമ്മൾ തദ്രിബാത്തിൽ എഴുതിയിട്ടുണ്ട് നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ, റമദാനിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് പഠിച്ച് മനസ്സിലാക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയാണ് മസായിൽ ഫിഖിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം, ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ നിർബന്ധമായിട്ടും ഷെയർ ചെയ്തെടുക്കുക. ആർക്കെങ്കിലും എക്സാമിലേക്കൊക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.